അതുകൊണ്ട് എല്ലാവരും പേടിച്ചു പോകും. കടലിൽ നിന്നുള്ള വെള്ളപ്പൊക്കം നിങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അതാരെ കൊണ്ടും തടുക്കാനാവില്ല. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് വേറൊരു വഴിയുമില്ല. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. പോ, വേഗം പോ. ഒരുവിധം ഇതിനെ താഴെ ഇറക്കി. സിൻബാദ്, സിൻബാദ്, നമുക്കുടനെ ആ രാജ്യത്തേക്ക് പോകണം. ഹേയ് സിറായ, ആദ്യം നീ കാര്യം എന്താണെന്ന് പറ. എന്തിനാ നീ ഇത്ര വേഗത്തിൽ ഓടി വന്നത്? ഒരു വലിയ ആപത്തുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ രാജ്യം രക്ഷപ്പെടുത്തണം. ശരി ശരി. ഹക്കീം, നീ പോയി കപ്പൽ തിരിക്ക്. എന്നെ കൊണ്ട് ഒരാളെ പോലും അടിക്കാൻ പറ്റുന്നില്ല. എല്ലാം പറന്നു പോന്നു. ഇവിടെ വെച്ച് ആണുങ്ങളൊക്കെ എവിടെ പോയി? നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹക്കീം? ഇതല്ലേ നിങ്ങൾ തേടി വന്നത്? ഇതാ, ഞാൻ ഇവിടെ വെച്ച് ആനകളൊന്നും കാണുന്നില്ല. പോയി നോക്കട്ടെ. സിൻബാദ്, ഈ ദിക്കുകാട്ടി ഒന്ന് നോക്കിക്കേ. നമ്മൾ വടക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ തെക്ക് ഭാഗത്തേക്കാ പുറപ്പെട്ടത്. നീ ഇങ്ങോട്ട് നോക്കിക്കേ. നീ പറയുന്നത് ശരിയാ സിറായ. ഇത് ശരിക്ക് പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആന കിട്ടി, പക്ഷെ ഇവിടെ ചുറ്റുക കാണുന്നില്ലല്ലോ. നീ എന്നാ പറയുന്നു ക്വാക്ക്? സിന്ദബാദ്, അവിടെ നോക്ക്. ഈ കപ്പലിലത്തെ എല്ലാ ഇരുമ്പുകളും ആ നങ്കൂരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതില് ഗാന്ധകമുണ്ട്. അതുകൊണ്ടാ ഇതും ശരിക്ക് പ്രവർത്തിക്കാത്തത്. ഇത് എപ്പോഴും വെള്ളത്തിൽ കിടക്കണം. ഇതിലെ കാന്തിക ശക്തി കൊണ്ടാ നമുക്ക് ശരിയായ ദിശകൾ മനസ്സിലാക്കാൻ കഴിയാതെ വന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേഗം പോകണം. വളരെ നാളുകൾക്ക് ശേഷമാണോ നീ നിന്റെ നഗരത്തിലേക്ക് പോകുന്നത്? എന്തിനാ? അത് അവിടെ എന്റെ അമ്മാവൻ എന്നെ കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാനും അമ്മാവനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. വേറൊന്നും എന്നോട് ചോദിക്കരുത്. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. ഹേയ്, അങ്ങോട്ട് നോക്ക്. ഹക്കീം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. സ്വർഗത്തിൽ ലൂങ്ങി കിടക്കണ കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇരുന്ന് ഇപ്പൊ വീങ്ങും. നീ എന്നെ രക്ഷിച്ചു ക്വാക്ക്. ഇതുപോലെ ഇനിയും കാണാൻ സാധ്യതയുണ്ട്. ആ വലയെടുത്ത് വീശ്. ഇത്രയും വലിയ സ്രാവിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതില് കാന്തശക്തി വളരെ കൂടുതലാണ് സിൻബാദ്. ആ സ്രാവിന്റെ അടുത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സിറായ, ഞാൻ പോകാം. സിൻബാദ്, ഞാൻ പറയുമ്പോ കയറ് വലിക്കണം ഹക്കീം. എന്റെ അടുത്ത് വന്നാൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നിന്നെ കണ്ട് എനിക്ക് പേടിയാണെന്നാണോ വിചാരിച്ചത്? പോ ഇവിടുന്ന്. സിൻബാദ്, ഞാൻ എത്തി സിറായ. ഹക്കീം, അത് താഴെ തള്ളിയിട്. വേഗം താഴേക്കിട് ഹക്കീം. എന്നെ കൊണ്ട് തള്ളാൻ പറ്റില്ല. കലക്കി ഹക്കീം. എങ്ങനെയെങ്കിലും നമ്മൾ ആ സ്രാവിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടണം. നമ്മൾ വേറെ ദിശയിലേക്ക് പോകണം. എന്നാലേ നമുക്ക് അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. സിൻബാദ്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ ഗുഹയ്ക്കകത്തേക്ക് പോകാൻ പോവാ. കണ്ടില്ലേ? നമ്മൾ ശരിക്കും കുടുങ്ങി സിൻബാദ്. സിന്ദബാദിന്റെ കപ്പൽ ആ മലയിടുക്കിൽ കുടുങ്ങി. അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ തിമിംഗലങ്ങൾ അവരെ ആക്രമിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഹക്കീമിന് ഒരു ആശയം തോന്നി. നീ
നല്ല കാര്യമാണ് ചെയ്തത് ഹക്കീം. ഇതൊക്കെ എനിക്ക് പുല്ല. ഒരു വിധത്തിൽ അവർ തിമിംഗലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നഗരത്തിൽ വന്നു ചേർന്നു. ആ നഗരത്തിന്റെ പേര് ഡിൻഡോറ. ചോൽസിക്കാരി പറഞ്ഞതുപോലെ ആ നഗരത്തിന് നടുവിൽ ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. നക്ഷത്രങ്ങളോട് വേണം നന്ദി പറയാൻ. ആ ജോത്സ്യക്കാരി പറഞ്ഞത് കള്ളമാണ്. അവൾ പറഞ്ഞതൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എന്തോ പറഞ്ഞത്? വലിയ ഗോപുരല്ലേ? ഇതുപോലത്തെ ഗോപുരം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പല രാജ്യത്തു നിന്നും ആൾക്കാർ ഇത് കാണാൻ ഇവിടെ വരാറുണ്ട്. നിങ്ങൾ ജനിച്ചു വളർന്ന ഈ ഗോപുരത്തിലാണോ? അങ്ങനെയൊന്നുമില്ല ഹക്കീം. പാരമ്പര്യം പോരിനു വീരനിവൻ ധീരനായെങ്ങും എവിടെയും വന്നിടുമീ ശക്തൻ. എന്താപത്തുണ്ടായാലും ധൈര്യം വെടിയില്ല. സിന്ധുബാദും അത്ഭുത ദീപും കണ്ടോ. കുട്ടികളെ, ഒരു നെയ്ത്ത് തൊഴിലാളി വളരെ കഷ്ടപ്പെട്ട് ഭംഗിയായി ഒരു പരവതാനി നെയ്യുന്നത് കണ്ടില്ലേ? ഇതുപോലെയാണ് സിന്ധുബാദും ഹക്കീമും ഭംഗിയുള്ള ഒരു പരവതാനി കണ്ടുപിടിച്ചത്. പോർട്ട് ബഗാർ എന്ന സ്ഥലത്ത് സിന്ധുബാദും ഹക്കീമും സറായിയും കൂടി ചേർന്ന് ഒരു പരവതാനിയിൽ യാത്ര ചെയ്ത് എത്തിച്ചേർന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ യാത്ര തുടരുന്നതിന് മുമ്പ് നമുക്കിവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം. എന്തു പറയുന്നു? നീ പറഞ്ഞത് ശരിയാണ്. ഇന്നൊരു ഉത്സവ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുപാട് വിരുന്നുകാർ വരും. നമുക്കും പങ്കെടുക്കാം ഹക്കീം. ശരി ശരി, എന്റെ അടുത്ത് പണം ചോദിക്കരുത്. ഞാനും ഗ്യാക്കുമ്മയുടെയൊക്കെ ചുറ്റി കണ്ടിട്ട് വരാം. ഓർമ്മയിരിക്കട്ടെ, 2 മണിക്കൂർ സമയമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ നിറയെ മീനുണ്ടല്ലോ. ഓ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നീ നോക്കൂ ക്വാക്ക്, ഞാനിത് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. നീ ഇത് കണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇത് നോക്ക്, നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതിന്റെ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ക്വാക്ക്. ഇതിന്റെ നിറം എങ്ങനെ മാറുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ക്വാക്ക്. വേണ്ട വേണ്ട, അത് നിങ്ങൾ ആരും തൊടാൻ പാടില്ല. ക്ഷമിക്കണം സാർ, എനിക്കിത് വേണം. ആദ്യം എവിടെ നിന്ന് പുറത്തു പോ, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും. ആ പരവതാനിയിൽ എന്തോ വിഷയമുണ്ട്. അതുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുന്നത്. ഈ കാഴ്ച കണ്ടില്ലേ നീ? ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. അതൊരു മാന്ത്രിക പരവതാനിയാണ്. ആ സ്ഥലം മാന്ത്രിക പരവതാനികൾ ഉണ്ടാക്കുന്നതിന് പേരുകേട്ട സ്ഥലമാണ്. അവിടെ ഉള്ളവരെല്ലാം വ്യാപാരികളാണ്. എല്ലാ വ്യാപാരികളും ആ നഗരത്തിലേക്ക് വന്ന് വ്യാപാരം ചെയ്യാറുണ്ട്. ആ, അവിടെ ആയിരക്കണക്കിന് പരവതാനികൾ ഉണ്ടാവില്ലേ അമ്മാവ? അതിൽ നിന്ന് അമ്മാവൻ പറഞ്ഞ പരവതാനി കണ്ടുപിടിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ? അതൊരു സാധാരണ പരവതാനിയല്ല മരുമകനെ. അവിടെയുള്ള പരവതാനികൾക്കെല്ലാം ശക്തിയുണ്ട്. അവിടുത്തെ ജനങ്ങളെല്ലാം അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ മഹിമ അവർക്കറിയില്ല. അമ്മാവൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മാന്ത്രിക പരവതാനികളുള്ള സ്ഥലമാണ്. അവിടെയുള്ള പരവതാനികളെല്ലാം പറക്കും. എനിക്കിന്ന് സംശയം തോന്നുന്നു ക്വാക്ക്. ആരോ നമ്മളെ പുറകെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, എന്താണിത്? ആ, ഇവിടെ ആരും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ആരെങ്കിലും ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ വാ, എനിക്ക് ആ പരവതാനിയെ കണ്ടിട്ട് മറക്കാനേ കഴിയുന്നില്ല. എന്തോ പോലെയുണ്ട്. നമുക്ക് തുറമുഖത്തേക്ക് തിരിച്ചു പോകാം. പക്ഷെ വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഒരു കാര്യം ഉറപ്പാ, ഇതിനു മുമ്പ് ഈ പരവതാനി ഇവിടെ ഇല്ലായിരുന്നു. ഇത് കണ്ടോ? ഇതേ പരവതാനി തന്നെ ഞാൻ കടയിൽ വെച്ച് കണ്ടത്. അതിലൊരു സംശയമില്ല. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. സിന്ധുബാദ്, ഈ പടികൾ ഇറങ്ങി നമുക്ക് തുറമുഖത്തേക്ക് പോകാം. എനിക്ക് പരവതാനിയിലൂടെ നടക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടോ? ഞാൻ കണ്ടതുപോലെ തന്നെയുള്ള പരവതാനി. എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, എപ്പോഴാണ് അമ്മാവൻ ആ മാന്ത്രിക പരവതാനി കരസ്ഥമാക്കാൻ പോകുന്നത് അമ്മാവ? ക്ഷമയോടെ കാത്തിരിക്ക. എന്റെ ആൾക്കാർ 2 പേർ അവിടെ പോയിട്ടുണ്ട്. അവരത് എടുത്തുകൊണ്ടുവന്ന് തരും. എത്രയും വേഗം തന്നെ ആ മാന്ത്രിക പരവതാനി എനിക്ക് സ്വന്തമാവും.
നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ പറയൂ. ഇത് നല്ലതാണ്, ഇത് അതിനേക്കാൾ നല്ല പരവതാനിയാണ്. ഞങ്ങൾ കിൽമാൻഥോറിന് വേണ്ടി ഒരു പരവതാനി വാങ്ങാൻ വന്നതാണ്. ഇതാ ധൃതി പിടിക്കരുത്, ഞാൻ ഇപ്പൊ തന്നെ തരാം. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഈ പരവതാനി വേണ്ട, ആ മാന്ത്രിക പരവതാനി മതി. ഒന്ന് ക്ഷമിക്കൂ, ഞാൻ ഇപ്പൊ തന്നെ എടുത്തു തരാം. ഞാനൊന്ന് നോക്കട്ടെ. അത് കണ്ടില്ല. കിൽമാൻഥോറിനെ കുറിച്ച് തനിക്ക് അറിയില്ലേ? അയാൾ ഒന്നും അത്ര നിസാരമായി കാണാറില്ല. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വിശ്വസിക്കൂ. അല്പസമയത്തിന് മുമ്പ് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പയ്യൻ ഇവിടെ വന്നിരുന്നു, അവനാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. ആ പയ്യനാണ് അത് മോഷ്ടിച്ചു കൊണ്ടുപോയത്. ആ പയ്യൻ തുറമുഖം നോക്കിയാണ് പോയിരിക്കുന്നത്. ഞാൻ പോയി അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. അവനെ കിട്ടിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, സൂക്ഷിച്ച് വ്യാപാരം നടത്തണമെന്ന്. നമുക്ക് സമയം തീരെ കുറവാണ്, പെട്ടെന്ന് പോകണം. പക്ഷെ ഹക്കീം എവിടെ പോയി കിടക്കുക? അവനെ കാണുന്നില്ലല്ലോ. അവൻ ഒരിക്കലും ശരിയായ സമയത്ത് വരാറില്ല. നമുക്ക് പോയി അവൻ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. വാ. അത് കണ്ടോ, ആ കപ്പൽ നല്ല ഭംഗിയുണ്ടല്ലേ? ശരിയാ, ഈ സ്ഥലം കാണാൻ വേണ്ടി ആരോ വന്നതാണെന്ന് തോന്നുന്നു. വേഗം നോക്കുക. ഹാവൂ, പരവതാനിയെ കാണുന്നില്ല. വേഗം വാ, നമുക്ക് അതിലൂടെ പോവാം. ക്വാക്ക്. എന്താത്? ആ പയ്യൻ ഇവിടെ തന്നെ വന്നിരിക്കണം. പൂച്ചയും പയ്യനും. ക്വാക്ക്, അവർ രണ്ടുപേരും നമ്മളെ തന്നെയാണ് തേടുന്നത്. നമ്മൾ എന്താ തെറ്റ് ചെയ്തത്? ഈ പരവതാനി എന്റെ വായ മൂടി അവനടുത്ത് നമ്മളെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ കുടുങ്ങിയിട്ടുണ്ടാകും. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതാണോ യഥാർത്ഥത്തിൽ മാന്ത്രിക പരവതാനി? ആ കടയിൽ ഞാൻ ആദ്യം കണ്ടത് ഈ മാന്ത്രിക പരവതാനിയാണ്. അവിടെ തൊട്ട് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ശരി ക്വാക്ക്, നമുക്കിത് എടുത്തോണ്ട് പോകാം. അവൻ തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും. നീ ഇവിടെ നിൽക്കുകയാണല്ലേ? നിൽക്കണ അവിടെ. അയ്യോ, അവര് പിന്നെയും വന്നു. അയ്യോ, എന്നത്? ഓ അയ്യോ, നമ്മളിപ്പോ എന്താ ചെയ്യാ? അവരുടെ കയ്യിൽ കത്തി ഉണ്ടല്ലോ. എന്റെ യജമാനന് നിന്നെപ്പോലുള്ള കള്ളന്മാരെ തീരെ ഇഷ്ടമല്ല. കാണാനോ? ഞാനൊന്നും കട്ടിട്ടില്ലല്ലോ. ഈ പരവതാനിയും കൊണ്ട് നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ പരവതാനിയാണ് രാവിലെ മുതൽ ഞങ്ങളെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഇത് നിങ്ങൾ എടുത്തോ സാർ, വേഗം എടുത്തോ. നിന്റെ വിശദീകരണം കേൾക്കാൻ വന്നതല്ല ഞാൻ. നിക്കവിടെ. നിക്കാൻ. മറന്നു പോങ്ങി. അയ്യോ, പറ്റിയില്ല. പോയി. ഓടിക്കോ. 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 അയ്യോ അയ്യോ ഓടിക്കോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ പരവതാനി അവരടുത്ത് നമ്മളെ രക്ഷിച്ചു. പക്ഷേ ഇതെവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യം സത്യമായി കാണിക്കുന്ന മാന്ത്രിക ഗോളമേ, ഞാൻ ആഗ്രഹിച്ച മാന്ത്രിക പരവതാനി എവിടെയുണ്ടെന്ന് കാണിക്ക. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ മാന്ത്രിക പരവതാനി ആരോ മോഷ്ടിച്ചിരിക്കുന്നു. മരുമകനെ, നീ ഉടനെ ആ നഗരത്തിലേക്ക് പോയി ആ മാന്ത്രിക പരവതാനി എടുത്തുകൊണ്ടുവാ. എന്റെ കണ്ണുകൾ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അമ്മാവൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അമ്മാവ, ഞാൻ ആ പരവതാനിയുമായി വരാം.